നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡ്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ മുന്നിൽ പോകുന്ന ഒരു വാഹനവും നമ്മുടെ വാഹനവും തമ്മിലുള്ള സേഫ് ഡിസ്റ്റൻസ് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ തുടരാം. ആദ്യം തന്നെ പറയട്ടെ, ഇപ്പം നമ്മുടെ മുന്നിൽ പോകുന്ന വാഹനം ഒരു ട്രക്കോ മറ്റോ ആണെങ്കിൽ ഇതിൻ്റെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫറൻസായിട്ട് ഉപയോഗിക്കുന്നത് നമ്പർ പ്ലേറ്റ് ആണ്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ലോറിയോ ട്രക്കോ വല്ലതും ആണെങ്കിൽ നമുക്ക് അങ്ങനെ റെഫറൻസ് എടുക്കാൻ പറ്റത്തില്ല. തന്നെയല്ല, അങ്ങനെ റെഫറൻസ് എടുക്കേണ്ട ആവശ്യവുമില്ല, ബാക്ക് തുറന്നിരിക്കുന്ന കാരണം. ഇത് മെയിനായിട്ട് നമ്മൾക്ക് ചെറിയ ഹാച്ച് ബാക്ക് എന്നിവ കാറുകളാണെങ്കിൽ നമ്മൾക്ക് പ്രോപ്പറായിട്ട് ഈ മെത്തേഡ് ഉപയോഗിച്ച് ജഡ്ജ് ചെയ്യാം. അപ്പം ഇതിപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചിരിക്കുന്ന എൻ്റെ കണ്ണിൻ്റെ ലെവലിലാണ്. അപ്പോൾ ആ ഫ്രണ്ടിൽ കാണുന്ന വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റാണ് നമ്മൾ റെഫറൻസായിട്ട് എടുക്കുന്നത്, ഹാച്ച് ബാക്ക്, അതായത് ചെറിയ കാറുകളുടെ സിറ്റുവേഷനിൽ. അപ്പോൾ എനിക്ക് ഈ ഡ്രൈവർ പൊസിഷനിൽ നിന്ന് നമ്പർ പ്ലേറ്റ് എനിക്ക് ക്ലിയറായിട്ട് കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് വാഹനത്തിൻ്റെ വെളിയിലിറങ്ങി നോക്കാം. ഈ വാഹനവും ഞാൻ ഇരുന്ന വാഹനവും പിന്നെ ഫ്രണ്ടിൽ കാണുന്ന വാഹനം, അതായത് നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റുന്ന വാഹനം തമ്മിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട്. അപ്പം ഇതിനിടയ്ക്കൂടെ ബൈക്കുകാരൊക്കെ വേണമെങ്കിൽ ഇടയ്ക്കൂടെ വളച്ചുകൊണ്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സായിട്ട് ഇരിക്കുമ്പോൾ അത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ സേഫ് ഡിസ്റ്റൻസ് നമ്മൾക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വാഹനം എടുക്കാം. ഇപ്പം ഞാൻ വീണ്ടും ക്യാമറ എൻ്റെ ഐ ലെവലിൽ, അതായത് എൻ്റെ കണ്ണിൻ്റെ പൊസിഷനിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വാഹനം കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ്. ഫ്രണ്ടിലോട്ട് ഞാൻ എത്ര വരെ ഫ്രണ്ടിലേക്ക് എടുക്കും? എനിക്ക് ആ ഫ്രണ്ടിലെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റാത്ത അത്രയും വരെ ഞാൻ വാഹനം ഫ്രണ്ടിലേക്ക് എടുക്കും. അപ്പോൾ ഞാൻ വാഹനം ഫ്രണ്ടിലോട്ട് എടുത്തു. എനിക്കിപ്പോൾ ഈ ലെവലിൽ നിന്ന് മറ്റേ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഈ ഗ്യാപ്പാണ് ഒരു സേഫ് ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ബൈക്കിന് കയറ്റിക്കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ സേഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പുറകിൽ വരെ നമ്മൾക്കിതിനെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എടുക്കാം. പക്ഷേ അതിനെ ഞാൻ ഒരു സേഫ് ഡിസ്റ്റൻസ് ആയിട്ട് പറയില്ല. കാരണം ഇപ്പോൾ ചെറിയൊരു സ്ലോപ്പോ മറ്റോ ആണെങ്കിൽ ഫ്രണ്ടിലത്തെ വാഹനം ചിലപ്പം കുറച്ച് ബാക്കിലോട്ടോ വല്ലതും വരുവാണെങ്കിൽ നമ്മുടെ വാഹനത്തിന് തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു വൺ ഹാൻഡ് ഡിസ്റ്റൻസ്, അതായത് ഒരു കൈ ഗ്യാപ്പ് വിടുന്ന ഇതിനെയാണ് ഞാൻ സേഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ആ നമ്പർ പ്ലേറ്റ് കാണാതെ ആവുന്ന വരെ നിങ്ങൾ ഫ്രണ്ടിലേക്ക് എടുക്കുക. നമ്പർ പ്ലേറ്റ് കാണാതാവുമ്പോൾ നിങ്ങൾ വാഹനത്തിനെ അവിടെ ബ്രേക്ക് അമർത്തി നിർത്തുക. അതിനെ നമ്മൾക്കൊരു പ്രോപ്പറായിട്ട് സേഫ് ഡിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പം ഇതിപ്പം നമ്മൾ ഹാച്ച് ബാക്കിൻ്റെ കാര്യത്തിലാണ്. ഇതിപ്പോൾ ഇതുപോലത്തെ MPV അല്ലെങ്കിൽ SUVയുടെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ നമ്പർ പ്ലേറ്റ് മുകളിലാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ റിയർ ബമ്പർ, അടിയിലത്തെ ബമ്പർ റെഫറൻസായിട്ട് എടുക്കുക. അത് കാണാൻ പറ്റാത്ത വരെ ഫ്രണ്ടിലേക്ക് വാഹനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ട്രാവലർ പോലത്തെ വാഹനമാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിയർ ബമ്പർ അതും റെഫറൻസായിട്ട് എടുക്കാം. അത് ഡ്രൈവർ പൊസിഷനിൽ നിന്ന് കാണാൻ പറ്റാത്ത വരുന്നിടം വരെ നിങ്ങൾക്ക് വാഹനം ഫ്രണ്ടിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞത്, ഒന്ന്, നിങ്ങൾ ചെറിയ വാഹനങ്ങൾ, ഹാച്ച് ബാക്ക് വാഹനങ്ങളാണെങ്കിൽ അതിൻ്റെ റിയർ നമ്പർ പ്ലേറ്റ് നിങ്ങൾ പുറകിലത്തെ നമ്പർ പ്ലേറ്റ് റെഫറൻസായിട്ട് എടുക്കുക. ഡ്രൈവർ പൊസിഷനിൽ നിന്ന് ആ നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റാതെ വരുന്നിടം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഫ്രണ്ടിലേക്ക് എടുക്കാവുന്നതാണ്. അതാണ് സേഫ് ഡിസ്റ്റൻസ്. ഒരു വൺ ഹാൻഡ് അല്ലെങ്കിൽ ഒരു ഫീറ്റ് ഡിസ്റ്റൻസ് കാണും. പിന്നെ രണ്ടാമത്, ഇപ്പോൾ MPV അല്ലെങ്കിൽ SUV, പിന്നെ ട്രാവലർ പോലത്തെ വാഹനമാണെങ്കിൽ പിന്നെ സെഡാൻ വാഹനങ്ങളാണെങ്കിലും അതിൻ്റെ നമ്പർ പ്ലേറ്റ് മുകളിലാണ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിയർ ബമ്പർ റെഫറൻസായിട്ട് എടുക്കാം. അത് വിസിബിൾ അതായത് നിങ്ങളുടെ ഡ്രൈവർ പൊസിഷനിൽ നിന്ന് റിയർ ബമ്പർ കാണാൻ പറ്റാതെ വരുന്നിടം വരെ നിങ്ങൾക്ക് വാഹനം ഫ്രണ്ടിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതേപോലത്തെ മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമസ്കാരം.